കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 15. നമ്മൾ ശ്ലോകം 11 ചെയ്തു. അണിമയും മഹിമയും എന്തനുഷ്ഠിച്ചാലാണ് അല്ലെങ്കിൽ എങ്ങനെ ഉപാസിച്ചാലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പിന്നെ എന്താണ്, അണിമയും മഹിമയും മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ പിന്നെ എന്താണ്, ഈ പഞ്ചഭൂതങ്ങളാ ആയിട്ട് നിൽക്കുന്ന, അതായത് വിരാട് സ്വരൂപനായി നിൽക്കുന്ന എന്നിൽ പിന്നെ സൂക്ഷ്മാകാരമായിട്ടുള്ള മനസ്സിനെ സൂക്ഷ്മാകാരമായ എന്നിൽ ഉറപ്പിച്ചാൽ അണിമ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് അണിമ പറഞ്ഞാൽ സൂക്ഷ്മാണുവാണല്ലോ. അപ്പോൾ സൂക്ഷ്മമായ മനസ്സുകൊണ്ട് സൂക്ഷ്മമായ ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചാൽ അണിമ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെയോ ജ്ഞാനത്തിന് ആസ്പദമായിട്ടുള്ള മഹത്തത്വം എന്ന ഉപാധിയോടുകൂടിയ ഭഗവാനെ മഹത്തത്വത്തിൻ്റെ അംശമാകുന്ന മനസ്സുകൊണ്ട് ഉപാസിച്ചാൽ മഹിമ എന്ന് പറഞ്ഞ പിന്നെ എന്താണ് സിദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി 12. പരമാണുമയേ ചിത്തം ഭൂതാനാം മയി രഞ്ജയൻ കാലസൂക്ഷ്മാർത്ഥതാം യോഗി ലഘിമാനമവാപ്നുയാത്. അതാണ് 12 എന്താ നോക്കാം. ഭൂതാനാം, അതായത് വായു മുതലായ പഞ്ചഭൂതങ്ങളുടെ പരമാണുരൂപിയായ എന്നിൽ, അതായത് സൂക്ഷ്മരൂപം ഭഗവാൻ തന്നെയാണല്ലോ. ചിത്തം രഞ്ജയൻ, ചിത്തത്തിനെ വയ്ക്കുന്ന യോഗിയായവൻ കാലസൂക്ഷ്മാർത്ഥതാം, കാലപരമാണുരൂപമായ ലഘിമ എന്ന സിദ്ധിയെ അവാപ്തുയാത്. ലഘിമ ഇന്നത്തെ സിദ്ധി ഉണ്ടാവും. എന്താ പറയണ വെച്ചാൽ, ഈ ആകാശം മുതലായ പഞ്ചഭൂതങ്ങളിൽ, ആ 5 ഭൂതങ്ങളിൽ വെവ്വേറെ മനസ്സ് ഉറപ്പിച്ച് അതാത് ഭൂതത്തിൻ്റെ മഹത്വം ലഭിക്കുമെന്ന് പറയുകയാണ്. അതാണ് മുമ്പ് പറഞ്ഞത്. ഇനി പരമാണുമയനായി എന്നെ ധ്യാനിച്ചാൽ ലഘിമ പ്രാപിക്കുന്നതാണ്. അതായത് ഇതുപോലെ തന്നെ സൂക്ഷ്മാകാരമായിട്ടുള്ള ഭഗവാനെ പിന്നെയും നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഉപാസിച്ചാൽ ലഘിമ, അതായത് ലൈറ്റാവുക, ഖനമില്ലാതെ ആവുക, അത് പ്രാപിക്കും എന്നാണ് ഇനി ഇതിൽ പറഞ്ഞത്. ഒക്കെ നമുക്ക് വായിച്ചു പോവേ വേണ്ടു കേട്ടോ. പരമാണുമയേ ചിത്തം ഭൂതാനാം മയി രഞ്ജയൻ കാലസൂക്ഷ്മാർത്ഥതാം യോഗീം ലഘിമാനുമവാപ്നയാത്. അതായത് ഈ പഞ്ചഭൂതങ്ങളുടെ പരമാണുക്കളിൽ എന്നെ കണ്ട് ധ്യാനിക്കുന്ന ആൾക്ക് ലഘുത്വം പ്രാപിക്കും, ലഘിമ. പിന്നെ ധാരയൻ മയ്യഹം തത്വേ മനോവൈകാരികേഖിലം സർവേന്ദ്രിയാണാമാത്മത്വം പ്രാപ്തിം പ്രാപ്നോതി മന്മനാഹ. വൈകാരികേ അഹം തത്വേ മയി, അതായത് സാത്വികാഹങ്കാരത്തിൻ്റെ ഉപാധിയായ എന്നിൽ, സാത്വികാഹങ്കാരോപാധികമായ എന്നിൽ അഹം തത്വമയി, മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഉപാസകൻ. എന്ത്? മനഃ അഖിലം ധാരയൻ മന്മനാഹ സർവേന്ദ്രിയാണാം ആത്മത്വം പ്രാപ്തിം പ്രാപ്നോതി അല്ലേ. അതായത് ഈ സാത്വികാഹങ്കാരം ഉപാധികമായ എന്നിൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരു സാധകൻ സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ശക്തി എന്ന് പറയുന്ന പ്രാപ്തി എന്ന സിദ്ധിയെ പ്രാപിക്കുന്നു. അതാണ് ഈ പ്രാപ്തി എന്നുള്ള സിദ്ധിയാണ് ഇതിൽ പറഞ്ഞത്. അതായത് പിന്നെ എന്താണ്, സാത്വികാഹങ്കാരത്തെ ഉപാധിയായിട്ട് സ്വീകരിച്ചിട്ടുള്ള എന്നിൽ, അതായത് ഭഗവാൻ സാത്വികാഹങ്കാരത്തിലും എല്ലാറ്റിലും ഭഗവാൻ തന്നെയല്ലേ. അപ്പം സാത്വികാഹങ്കാരമാകുന്ന ലിമിറ്റേഷൻ, ആ സാത്വികാഹങ്കാരമായി ഉള്ള ഉപാധിയായി സ്വീകരിച്ച എന്നിൽ മനസ്സ് മുഴുവൻ ഉറപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? സർവ പ്രാണികളുടെയും സർവ ഇന്ദ്രിയങ്ങളുടെയും പ്രാപ്തി ലഭിക്കുന്നതാകുന്നു എന്നാണ് പറഞ്ഞത്. അതായത് അങ്ങനെ എന്നെ ഭജിച്ചാൽ സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ശക്തി എന്ന് പറയുന്ന ഒരു സിദ്ധിയാണ് പ്രാപ്തി. അത് സിദ്ധിക്കണമെന്ന്, സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന സിദ്ധിയാണ് പ്രാപ്തി എന്നുള്ള സിദ്ധി. അത് ലഭിക്കണമെങ്കിൽ എന്നെ
സാത്വികാഹങ്കാര സ്വരൂപനായിട്ട് ധ്യാനിക്കണം എന്നാണ് പറഞ്ഞത്. ധാരയൻ മയ്യഹം തത്വേ മനോവൈകാരികേഖിലം സർവേന്ദ്രിയാണാമാത്മത്വം പ്രാപ്തിം പ്രാപ്നോതി മന്മനാഹ. 14. മഹത്യാത്മനിയസൂത്രേ ധാരയേന്മയി മാനസം പ്രാകാശ്യം പാരമേഷ്ഠ്യം മേ വിന്ദതേ വ്യക്തജന്മനഃ. ഇനിയോ 13 അല്ല, ഇതിപ്പോൾ 14 അല്ലേ? 14. മഹത്യാത്മനി, അതായത് മഹത്തത്വം എന്ന സൂത്രേ മയി, സൂത്രാത്മാവായ എന്നിൽ, മഹത്തത്വമൊക്കെ ഭഗവാൻ തന്നെയാണല്ലോ, മഹത്തത്വം എന്ന ഉപാധിയോടുകൂടിയ ഭഗവാനിൽ യഹ ഏവൻ മാനസം ധാരയേത്, മനസ്സിനെ വയ്ക്കുന്നുവോ, അവ്യക്തജന്മന, അവ്യക്തത്തിൽ നിന്നുമുണ്ടായ, അതായത് അവ്യക്തം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ എന്താണ്, ഈ മായ ഉണ്ടായ മേ പാരമേഷ്ഠ്യം, എൻ്റെ ഉത്കൃഷ്ടമായ പ്രാകാശ്യം എന്ന സിദ്ധിയെ പ്രാപിക്കുന്നു. അതെ, അതാണ് ഇപ്പോൾ 14 പറഞ്ഞത്. ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ, ആരാണ് ക്രിയാശക്തി രൂപമായിട്ടുള്ള മഹത്തത്വം ഉപാധിയാക്കിയ എന്നിൽ മനസ്സ് ധാരണ, ക്രിയാശക്തി, എൻ്റെ ക്രിയാശക്തിയെ ധ്യാനിക്കുന്നുവോ, ആ സാധകൻ എൻ്റെ സർവോത്കൃഷ്ടമായ പ്രാകാശ്യം എന്ന സിദ്ധിയെ പ്രാപിക്കുന്നു. അതാണ് അടുത്തത് അല്ലേ? ഒക്കെ വായിച്ചു പോയേ വേണ്ടൂട്ട് നമുക്ക്. ക്രിയാശക്തി പ്രധാനമായിട്ടുള്ള മഹത്തത്വം അഥവാ സൂത്രത്തെ ഉപാധിയായിട്ട് സ്വീകരിച്ച എന്നിൽ മനസ്സുറപ്പിച്ചാൽ വളരെ ഉത്കൃഷ്ടമായ പ്രാകാശ്യസിദ്ധി ഉണ്ടാകുന്നു എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പം ആ സിദ്ധിയായി കഴിഞ്ഞില്ലേ, പ്രാകാശമൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ. ഇനി മഹത്യാത്മനി യസ്തത്രേ ധാരയന്മയി മാനസം പ്രാകാശ്യം പാരമേഷ്ഠ്യം മേ വിന്ദതേ വ്യക്തജന്മനഃ. ഇനി 15. വിഷ്ണൗ ത്രധീശ്വരേ ചിത്തം ധാരയേത് കാലവിഗ്രഹേ സ ഈശിത്വമവാപ്നോതി ക്ഷേത്രജ്ഞചോദനാം. ഈശിത്വം എന്നുള്ള ആ സിദ്ധി എങ്ങനെയാണെന്നാണ് പറയുന്നത്. തഥീശ്വരേ, അതായത് ഗുണത്രയം നിറഞ്ഞ മായയുടെ നിയന്താവും, അതായത് മായയുടെ നാഥനാണല്ലോ. ത്രധീശ്വരേ പറഞ്ഞു, എന്താ? മായാനാഥനും. കാലവിഗ്രഹേ, എല്ലാവരുടെയും അന്തര്യാമിയും. വിഷ്ണു, എല്ലാ ദിക്കിലും സർവവ്യാപിയും. ചിത്തം, മനസ്സിനെ ധാരയെ ധരിപ്പിക്കണം. ക്ഷേത്രജ്ഞ ചോദനാം, അദ്ദേഹത്തെയും ജീവനെയും പ്രേരിപ്പിക്കുന്നു എന്ന ഈശിത്വം എന്ന സിദ്ധിയെ അവാപ്നോതി, സിദ്ധിക്കുന്നു. എന്താണ് അതിനെ പറഞ്ഞാൽ, ത്രിഗുണങ്ങളുടെ നിയന്താവും അന്തര്യാമിയായി അന്തര്യാമിയും സർവവ്യാപിയും ആയ എന്നിൽ ത്രിഗുണങ്ങളുടെ മീതെ, ത്രിഗുണനാഥനും അല്ലെ, ത്രിഗുണങ്ങളുടെ നാഥനും സർവാന്തര്യാമിയും സർവവ്യാപിയുമായ എന്നിൽ മനസ്സിനെ ധരിക്കുന്നവൻ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രജ്ഞന്മാരുടെയും, അതായത് ഇന്ദ്രിയങ്ങളുടെ എല്ലാം പ്രേരണാരൂപമായ ഈശിത്വം എന്ന സിദ്ധിയെ പ്രാപിക്കുന്നു. എന്നാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെച്ചാൽ, എല്ലാ പ്രാണികളെയും പ്രേരിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാവുന്ന, അതാണ് ഈശിത്വം. ഒരു ഈശ്വരനെ പോലെ എന്ന് പറയാം. എല്ലാ പ്രാണികളെയും പ്രേരിപ്പിക്കാനുള്ള ശക്തിക്കാണ് ഈശിത്വം എന്ന് പറയുക കേട്ടോ. അതെങ്ങനെയാണ് ലഭിക്കുക വെച്ചാൽ, ഈ ത്രിഗുണങ്ങൾക്കധീനനും സർവാന്തര്യാമിയും സർവവ്യാപിയുമായുള്ള ഭഗവാനെ ആരാണ് അങ്ങനെ ധ്യാനിച്ചിട്ട് ഉപാസിക്കുന്നത്, അവർക്ക് സർവപ്രാണികളെയും പ്രേരിപ്പിക്കാനുള്ള ശക്തി ആണ് എന്താ, ഈശിത്വം എന്ന സിദ്ധി, അത് ലഭിക്കുന്നു. വിഷ്ണൗത്തധീശ്വരേ ചിത്തം ധാരയേത് കാലവിഗ്രഹേ സ ഈശിത്വമവാപ്നോതി ക്ഷേത്രജ്ഞചോദനാം. നാരായണേ തുരീയാഖ്യേ ഭഗവച്ഛബ്ദശബ്ദിതേ മനോമയ്യാ ദധദ്യോഗി മദ്ധർമ്മ വശിതാമിയാത്. തുരീയാഖ്യേ, തുരീയൻ എന്ന പേരോട് കൂടിയനും, അതായത് നാലാമത്തെ അവസ്ഥയിൽ, ജാഗ്രത സ്വപ്നം സുഷുപ്തിയാണല്ലോ 3 അവസ്ഥ, 4ാമത്തെ അവസ്ഥയാണ് തുരീയാവസ്ഥ. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും തുരീയത്തിൽ വർത്തിക്കുന്നവനല്ലേ ബ്രഹ്മം.
അപ്പോൾ തുരീയത്തിൽ വർത്തിക്കുന്നവൻ ആയതുകൊണ്ട് തുര്യൻ എന്ന പേരോട് കൂടിയനും, അതാണ് തുരീയാഖ്യേ, തുര്യൻ എന്ന പേരോട് കൂടിയവനും, ഭഗവത് ശബ്ദശബ്ദത്തെ ഭഗവാൻ എന്ന പദം കൊണ്ട് പറയപ്പെടുന്നവനും, നാരായണനുമായ എന്നിൽ മനഃ അദധത് യോഗേ മനസ്സിനെ വയ്ക്കുന്ന സാധകൻ, മദ്ധർമ്മ എൻ്റെ ധർമ്മങ്ങളോടുകൂടി വശിതാം ഇയാത് വശിത്വം എന്ന സിദ്ധിയെ പ്രാപിക്കും. ഇതിലെന്താ പറഞ്ഞാൽ വെച്ചാൽ വിരാട്, ഹിരണ്യഗർഭൻ, ഈശ്വരൻ, ഇങ്ങനെ എല്ലാവരെക്കാളും അതീതനായിട്ട് അല്ലേ, നാരായണൻ വിരാട് പുരുഷനേക്കാളും ബ്രഹ്മാവിനേക്കാളും പിന്നെ ഈശ്വരൻ എന്ന് പറയുന്നത്, ഈശ്വരനും കൂടി മായയുടെ ഉള്ളിലാണ്. അതിലൊക്കെ അതീതമായിട്ട് തുരീയാവസ്ഥയിൽ വർത്തിക്കുന്നവനും ഭഗവാൻ എന്നുള്ള ശബ്ദം കൊണ്ട് അറിയപ്പെടുന്നവനുമായ എന്നെ, സർവാന്തര്യാമിയുമായ എന്നിൽ മനസ്സിനെ ഉപാസിക്കുന്ന സാധകൻ എന്നെപ്പോലെ തന്നെ നിസ്സംഗനായിട്ട് വശിത്വത്തെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം എങ്ങനെയാണ് വശിത്വം? ഈശ്വരൻ തന്നെ ആയി തീരുക എന്ന് പറയാൻ കഷ്ടിച്ച, കാരണം അസംഗത്വമൊക്കെയാണ് അല്ലേ. വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ. കാരണം ഈ 3 ഉപാധികൾക്കും അപ്പുറത്താണ് ആര്? ഭഗവാൻ. ഈ എന്താ പറയുക, തുരീയ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. പിന്നെയോ ഷഡ്ഗുണ പരിപൂർണനും, അതാണല്ലോ ഭഗവാൻ. 6 ഭഗങ്ങളും തികഞ്ഞവനും നാരായണനുമായ എന്നിൽ മനസ്സുറപ്പിക്കുന്നവൻ, എന്നോട് തുല്യമായ ശക്തി ഉള്ളവനായി വശിത്വം എന്ന സിദ്ധി ഉള്ളവനായി തീരുന്നു എന്നാണ്. അതായത് അതന്നെ, അതാണ് ഇതിൽ പറഞ്ഞത്. എങ്ങനെയാണ് ഈ വശിത്വം, അത് ഈശ്വരന് തുല്യമായിട്ടുള്ള ആ ശക്തി എങ്ങനെ ലഭിക്കാം? അത് ഇതുകൊണ്ടാണ് അല്ലേട്ടെ. അതായത് ഭഗവാൻ നാരായണനെ നമ്മൾ മനസ്സിലുണ്ട് ആയാൽ ഭഗവാൻ തന്നെ ആയിത്തീരുന്ന ചുരുക്കം, അല്ലെങ്കിൽ ഭഗവാനുള്ള എല്ലാ ശക്തികളും ലഭിക്കും. നാരായണേ തുരീയാഖ്യേ ഭഗവത് ശബ്ദശബ്ദിതേ മനോമയ്യാ ദധദ്യോഗി മദ്ധർമ്മ വശിതാമിയാത്. അതായത് ശരിക്കും 3 പിന്നെ ജാഗ്രത, 3 അവസ്ഥയും വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, പിന്നെ ഈശ്വരൻ. ഇതിൽ 3നും മീതെയാണല്ലോ ഭഗവാൻ. അങ്ങനത്തെ ഭഗവാനെ മനസ്സുകൊണ്ട് വസിക്കുന്ന ആർക്ക് ഭഗവാനെ പോലെ തന്നെ തുല്യനായിട്ട് നിസ്സംഗനായിട്ടുള്ള വശിത്വം ലഭിക്കുന്നു. ഇനി 17 നിർഗുണേ ബ്രഹ്മണിമയി ധാരയൻ വിശദം മന പരമാനന്ദമാപ്നോതി യത്ര കാമോ വസീയതേ. നിർഗുണേ ബ്രഹ്മണി മയി, നിർഗുണനും ബ്രഹ്മവുമായ എന്നിൽ വിശദം പ്രാണായാമാദികളാൽ ശുദ്ധമായ ധാരയൻ മനസ്സിനെ ധരിക്കുന്നവൻ. അതായത് നല്ലോണം പ്രാണായാമമൊക്കെ ചെയ്ത് ശുദ്ധമായ മനസ്സോടുകൂടി നിർഗുണനും സർവവ്യാപിയുമായ എന്നെ ഭജിക്കുന്നവൻ ഏത് പരമാനന്ദം ലഭിച്ചപ്പോൾ കാമം അവസീയതേ അവസാനിക്കുന്നുവോ, പരമാനന്ദം കാമവസായിത പ്രാകാമ്യം എന്ന സിദ്ധിയെ ആപ്നോതി പ്രാപിക്കുന്നു. അതായത് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക, അതാണ് പ്രാകാമ്യം. വിചാരിച്ചതൊക്കെ സാധിക്കണേനാണ്. അതെങ്ങനെയാണ് കിട്ടുക? നിർഗുണനും ബ്രഹ്മം തന്നെയുമായ എന്നിൽ, പരബ്രഹ്മം തന്നെയും നിർഗുണനും അല്ലെ നിർവികാരനും പരബ്രഹ്മം തന്നെയുമായ എന്നിൽ ശുദ്ധമായ മനസ്സിനെ ഉറപ്പിച്ച് ഉപാസന ചെയ്യുന്ന സാധകൻ സർവകാമങ്ങളും എല്ലാ കാമങ്ങളും സാധിക്കുമ്പോൾ പരമാനന്ദം മാത്രം നൽകുന്ന എന്നെ തന്നെ പ്രാപിക്കുന്നു. അല്ലെങ്കിൽ അതിനാണ് പ്രാകാമ്യം എന്ന് പറയണത് കേട്ടോ. അതായത് എന്നെ നിർഗുണ ബ്രഹ്മരൂപത്തിൽ ധ്യാനിക്കുന്നവന് കാമാവസായിതമാകുന്ന പരമാനന്ദം, അതായത് എല്ലാ കാമത്തിൻ്റെയും അവസാനം എന്താ? ഒരിക്കലും നശിക്കാത്ത പരമാനന്ദം അതന്നെ കിട്ടുന്നു. അതാണ് പ്രാകാമ്യം എന്ന് പറഞ്ഞത് കേട്ടോ. എല്ലാ ആഗ്രഹങ്ങളുടെയും അവസാനം എന്താണ്? ഒരിക്കലും നശിക്കാത്ത നിത്യാനന്ദം. അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ നിർഗുണ ബ്രഹ്മരൂപത്തിൽ എന്നെ ധ്യാനിക്കുന്ന ആൾക്ക് നിത്യാനന്ദം തന്നെ ഭവിക്കും. അതാണ് പ്രാകാമ്യം എന്ന് പറയണത് കേട്ടോ, സിദ്ധി. ഇനി ഇപ്പം ഇതൊക്കെ അത് കഴിഞ്ഞു. പിന്നെ 8 സിദ്ധികൾ കഴിഞ്ഞു കേട്ടോ. ഈ ഭഗവാനിൽ തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞുല്ലോ, സഹജമായിട്ടുള്ളതാണ് ആദ്യത്തെ 8 സിദ്ധി പറഞ്ഞു. ഇനി
സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് നെക്സ്റ്റ് 10 സിദ്ധി എന്ന് പറഞ്ഞു. ഇനി അതാണ് പറയണത് അടുത്തേലേട്ടോ. അപ്പോൾ 17 വായിച്ച് 18ലേക്ക് പോവാം. നിർഗുണേ ബ്രഹ്മണി മയി ധാരയൻ വിശദം മന പരമാനന്ദമാപ്നോതി യത്ര കാമോ വസീയതേ. ഇനി ശ്വേതദ്വീപപതൗ ചിത്തം ശുദ്ധേ ധർമ്മമയേ മയി ധാരയൻ ശ്വേതതാം യാതി ഷഡൂർമിരഹിതോ നരഃ. ശുദ്ധേ ധർമ്മമയേ, ശുദ്ധസത്വസ്വരൂപനും ധർമ്മസ്വരൂപിയും ശ്വേതദീപം പദൗ, ശ്വേതദീപാധിയുമായ അനിരുദ്ധനെ, അനിരുദ്ധരൂപിയായിട്ടുള്ള അനിരുദ്ധൻ്റെ രൂപത്തിലുള്ള എന്നിൽ ചിത്തം ധാരയൻ നരഃ, മനസ്സ് ഉറപ്പിക്കുന്ന സാധകൻ ശ്വേതതാം, ശുദ്ധരൂപമായിരിക്കുന്ന ഭാവത്തിനെ യദ്യതി പ്രാപിക്കുന്നു. ഷഡൂർമിരഹിത, അതുകൊണ്ട് ശോകം, മോഹം, വിശപ്പ്, ദാഹം, ജര, മരണം ഇങ്ങനെയുള്ള ഒരു ദുഃഖങ്ങളും അവന് ഉണ്ടാവുന്നില്ല എന്ന്. ഇതിലെന്താ പറഞ്ഞാൽ വെച്ചാൽ അനിരുദ്ധ രൂപത്തിൽ ഭഗവാനെ ഭജിക്കണം എന്നാണ് പറയണത് കേട്ടോ 18. അതായത് ശ്വേതദ്വീപാധിപതിയും പരിശുദ്ധനുമായ ധർമ്മസ്വരൂപനുമായ അനിരുദ്ധൻ്റെ രൂപത്തിൽ ആരാണ് എന്നെ ധാരണ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് എന്നെ ഉപാസിക്കുന്നത്, ആ സാധകൻ ശോകം, മോഹം, വിശപ്പ്, ദാഹം, ജര, മരണം എന്ന ദുഃഖങ്ങൾ ഷഡൂർമിരഹിതനാവുന്ന. ഏതൊക്കെ 6 ശോകം, മോഹം, വിശപ്പ്, ദാഹം. ഷഡൂർമി, ഷഡാണ്. ശോകം, മോഹം, വിശപ്പ്, ദാഹം, ജര, മരണം ഈ ദുഃഖങ്ങൾ ഇല്ലാത്തവനായി അനിരുദ്ധ രൂപത്തിൽ, ശ്വേതദ്വീപാധിപതിയായിട്ടുള്ള അനിരുദ്ധൻ്റെ രൂപത്തിൽ ഭഗവാനെ ഉപാസിക്കുന്ന സാധകന് ഈ ഷഡൂർമിരഹിതനാവുന്ന, അതായത് ഈ 6 കാര്യങ്ങൾ, ഈ 6 ദുഃഖങ്ങൾ ഇല്ലാതിരിക്കുന്ന ശോകം, മോഹം, വിശപ്പ്, ദാഹം, ജര, മരണം. അതാണ് 18 പറഞ്ഞത് കേട്ടോ. അങ്ങനത്തെ ദുഃഖങ്ങളൊന്നും ഇങ്ങനെ അനിരുദ്ധ രൂപത്തിൽ ഭഗവാനെ ഉപാസിക്കുന്ന സാധകനുണ്ടാവില്ല. അതൊരു സിദ്ധിയല്ലേ. ശ്വേതദ്വീപപതൗ ചിത്തം ശുദ്ധേ ധർമ്മമയേ മയി ധാരയൻ ശ്വേതതാം യാതി ഷഡൂർമിരഹിതോ നരഃ. ഷഡൂർമിരഹിതനാവും. ഇനി 19. മയ്യാകാശാത്മനി പ്രാണേ മനസാ ഘോഷമുദ്വഹൻ തത്രോപലബ്ധ ഭൂതാനാം ഹംസോ വാച ശൃണോത്യസൗ. ആകാശാത്മനി, നിർമ്മലമായ ആകാശം പോലെ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന രൂപത്തോടു കൂടിയ പ്രാണരൂപിയായ എന്നിൽ മനസ്സിൽ ഘോഷം, അതായത് ശബ്ദത്തിനെ, നാദത്തിനെ ഉദ്വഹൻ ചിന്തിക്കുന്ന അസൗ ഹംസ, ഈ പരമഹംസെന്നോ എന്താ വെച്ചാൽ ആ ജീവൻ അല്ലെങ്കിൽ ആ സാധകൻ തത്ര ആ ആകാശത്തിൽ ഉപലബ്ധ കേൾക്കുന്ന ഭൂതാനാം വാച പ്രാണികളുടെ വാക്കുകളെ ശൃണോതി കേൾക്കും, അതായത് ദൂരശ്രവണം സാധിക്കും. അതാണ് അപ്പം ഇതിൽ പറയണത് കേട്ടോ. ആകാശം പോലെ എല്ലാ ദിക്കും നിറഞ്ഞിരിക്കുന്നവനും പ്രാണസ്വരൂപനുമായ എന്നിൽ ഏതു സാധകനാണ് മനസ്സ് ഉറപ്പിക്കുന്നത് എന്നിട്ട് ഉപാസന ചെയ്യുന്നത്, ആ സാധകൻ എത്ര അകലെയാണെങ്കിലും ഉണ്ടാവുന്ന എല്ലാ ശബ്ദങ്ങളെയും എത്ര ദൂരത്തായാലും കേൾക്കാൻ സാധിക്കും, ദൂരശ്രവണം സാധിക്കും. എങ്ങനെയായാൽ സർവവ്യാപിയും ആകാശം പോലെ സർവവ്യാപിയായിട്ടുള്ളതും പ്രാണരൂപനുമായ ഭഗവാന്, ആകാശം പോലെ ഓൾ പെർവൈഡിങ് ആയിട്ടുള്ള ഭഗവാന്, അതായത് സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, പ്രാണരൂപത്തിലുള്ള ഭഗവാനെ ആരാണ് ധ്യാനിക്കുന്നത് അവർക്ക് ആകാശത്തിൽ എവിടെയെങ്കിലും ഒരു ശബ്ദം ഉണ്ടായാൽ ദൂരശ്രവണം സാധ്യമാകും, ആ സിദ്ധി ഉണ്ടാവും എന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. മയ്യാകാശാത്മനി അതെ മയ്യാകാശാത്മനി പ്രാണേ മനസാഘോഷമുദ്വഹൻ തത്രോപലബ്ധ ഭൂതാനാം ഹംസോ വാച ശൃണോത്യസൗ. ആകാശത്തിൻ്റെ ഒരു ഇതാണല്ലോ സർവവ്യാപിത്വം. അങ്ങനെ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ പ്രാണൻ രൂപത്തിൽ അതിലാണ് ഈ നമുക്ക് ദൂരശ്രവണം. ഇനി
ചക്ഷുസ്ത്വഷ്ടരി സംയോജ്യ ത്വഷ്ടാരമഭി ചക്ഷുഷി മം മാം തത്ര മനസാ ധ്യായൻ വിശ്വം പശ്യതി സൂക്ഷ്മദൃക്. ഇനി ദൂരദർശനവും സാധിക്കണതാണ് ഇനി പറയണത് കേട്ടോ. ത്വശൂരി സൂര്യനിൽ ചക്ഷു സംയോജ്യ, സൂര്യനെ ദൃഷ്ടികൾ സൂര്യനിൽ പതിപ്പിച്ച്, ചക്ഷുഷി കണ്ണിൽ, ത്വഷ്ടാരം സൂര്യനെയും നല്ലവണ്ണം പതിച്ച്, അത്ര രണ്ടിൻ്റെയും ഐക്യത്തിങ്കൽ മാം മനസ്സ എന്നെ മനസ്സിനാൽ ധ്യാനിക്കുന്ന സൂക്ഷ്മദൃക് സൂക്ഷ്മദൃഷ്ടിയോടു കൂടിയവൻ വിശ്വം പശ്യതി പരിപൂർണമായി പ്രപഞ്ചത്തിനെ നോക്കുന്നു. അതായത് എവിടെ ഉണ്ടെങ്കിലും കാണാൻ പറ്റും, ദിവ്യദർശനമൊക്കെ പറ്റും. അതായത് ജ്ഞാനചക്ഷുസ് ഉണ്ടാവും അവർക്ക്. അതാണ് അപ്പം ഇതിൽ പറയണത് കേട്ടോ. അതായത് പിന്നെ കണ്ണിനെ സൂര്യനിലും സൂര്യനെ കണ്ണിലും യോജിപ്പിക്കണം എന്ന് വെച്ചാൽ അത്ര സൂര്യനെ ആയിട്ടുള്ള ഒരു സൂര്യനെ ഉപാസിക്കലാണത് കഷ്ടിച്ച്. അതായത് കണ്ണിനെ സൂര്യനിലും പിന്നെ സൂര്യനെ കണ്ണിലും യോജിപ്പിച്ചിട്ട് അങ്ങനെ ആ മനസ്സുകൊണ്ട് അങ്ങനെയുള്ള മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം ഏതൊരു സാധകൻ മനസ്സുകൊണ്ട് എന്നെ ധാരണ ചെയ്യുന്നുവോ അങ്ങനെയുള്ള ആൾക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു സാധനം പോലും കാണാനുള്ള ശക്തി ഉണ്ടാവും. അതായത് എത്ര ചെറുതാണെങ്കിലും എത്ര അകലെയാണെങ്കിലും കാണാനുള്ള ശക്തി ഉണ്ടാവും. എങ്ങനെ ചെയ്താൽ? കണ്ണിനെ സൂര്യനിലും സൂര്യനെ കണ്ണിലും യോജിപ്പിച്ച് നിർത്തി ഏതൊരു സാധകൻ ഭഗവാനെ ധ്യാനിക്കുന്നുവോ, സൂര്യനായിട്ട് തന്നെ ധ്യാനിക്കുന്നുവോ അങ്ങനത്തെ ആൾക്ക് സൂക്ഷ്മദർശനം എന്ന സിദ്ധി ലഭിക്കുന്നു. അതായത് എത്ര ചെറുതായാലും എത്ര അകലെയായാലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സർവ്വവസ്തുക്കളെയും കാണാൻ പറ്റുന്ന ഒരു സിദ്ധി. എന്ത് വേണമെങ്കിൽ കേൾക്കാൻ പറ്റുന്ന ദൂരശ്രവണം നമ്മൾ പറഞ്ഞല്ലോ, സൂക്ഷ്മദർശനാണത്. ചക്ഷുസ്ത്വഷ്ടരി സംയോജ്യ ത്വഷ്ടാരമഭി ചക്ഷുഷി മാം തത്ര മനസാധ്യായൻ വിശ്വം പശ്യതി സൂക്ഷ്മദൃക് മനോമയി സുസംയോജ്യ ദേഹം തദനു വായുന മദ്ധാരണാനുഭാവേന യത്രാത്മാ തത്ര വൈ മനഃ. മനസ്സിനെയും ദേഹം ശരീരത്തിനെയും തദനു വായുന അതിനെ അനുസരിക്കുന്ന വായുവോട് മയി എന്നിൽ നല്ല പോലെ സംയോജ്യ യോജിപ്പിച്ച് മദ്ധാരണാനുഭാവേന എന്നെ ധ്യാനിച്ചുണ്ടായ ശക്തിയാൽ എത്ര മനസ്സെവിടെ പോകുന്നുവോ തത്ര അവിടെ ആത്മാവായി ഈ ശരീരം പോകുന്നു. അതായത് മനസ്സ് പോണോടത്തൊക്കെ ശരീരത്തിന് പോകാൻ സാധിക്കുന്നൊരു സിദ്ധി, ഒരു ഭയങ്കര സിദ്ധിയാണ്. അല്ലേ അത്? എന്ത് സുഖം അത് നമുക്കുണ്ടെങ്കിൽ. നമുക്ക് മനസ്സുകൊണ്ട് എപ്പോഴും നമ്മൾ ഓരോ ദിക്കിലേക്കൊക്കെ പോവുമല്ലോ. അപ്പോൾ ശരീരത്തിന് പോകാൻ പറ്റിച്ചാൽ എന്താ സൗകര്യം അല്ലേ? അതാണപ്പോൾ ഈ സിദ്ധി. എന്താ ശരിയോ, മനസ്സിനെയും ദേഹത്തിനെയും മനസ്സിനെയും ദേഹത്തിനെയും അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന പ്രാണവായുവിനോടുകൂടി അത് എന്നിൽ യോജിപ്പിച്ച് ഭഗവാനിൽ യോജിപ്പിക്കണം. എന്നിട്ട് ഉപാസന ചെയ്യുന്ന സാധകന് മനസ്സെത്തുന്ന ദിക്കിലെല്ലാം ശരീരവും എത്താൻ സാധിക്കുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ എന്തൊരു അത്ഭുതമാണ് അതല്ലേ? അതാണ് പിന്നെന്താണ് മനസ്സ് എത്തുന്നിടത്ത് ശരീരവും എത്തുക എന്നുള്ളതേ. അതാണ് ഇപ്പം എന്താ അറിയോ, അതാണ് പിന്നെ വായു. അപ്പം എങ്ങനെയപ്പോൾ ഇതിൽ ധ്യാനിക്കേണ്ടത് വെച്ചാൽ വായുവിനോടൊപ്പം മനസ്സിനെയും ദേഹത്തിനെയും എന്നിൽ യോജിപ്പിച്ച് എവിടെ സഞ്ചരിക്കുന്നു അവിടെ ദേഹവും എത്തുന്നു. അതാണ് ഭഗവാനെ നമ്മൾ അങ്ങനെ ഇതിലതാണ് പറയണത്. ഈ ഒരു സിദ്ധിക്ക് മനസ്സിനെയും ദേഹത്തിനെയും എപ്പോഴും നമ്മുടെ കൂടെ പ്രാണൻ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ എപ്പോഴും കൂടെയുള്ള പ്രാണനെ മനസ്സിൻ്റെയും ദേഹത്തോടു കൂടിയിട്ട് ഈ പ്രാണനെയും മനസ്സിനെയും ദേഹത്തിനെയും എല്ലാം ഭഗവാനിൽ യോജിപ്പിച്ചിട്ട് ഭഗവാനെ ധ്യാനിക്കുന്ന സാധകന്
മനസ്സ് സഞ്ചരിക്കുന്നിടത്തിന് ദേഹത്തിനെയും എത്തിക്കാൻ സാധിക്കുന്നു. വലിയൊരു സിദ്ധി അല്ലേ? മനോമയീസും ഇതൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ സാധന ചെയ്ത് നമുക്ക് സാധന ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവുന്നതാണ്. വേണമെന്ന് വിചാരിച്ചുണ്ടാക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അത്ര നമ്മൾ അഡ്വാൻസ് ചെയ്യുമ്പോഴേ യോഗം അനുഷ്ഠിച്ചിട്ടേ അഷ്ടാംഗ യോഗമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ സിദ്ധികളുണ്ടാവും എന്ന് പറയുമല്ലോ. മനോമയി സുസംയോജ്യ ദേഹം തദനു വായുന മദ്ധാരണാനുഭാവേന യത്ര ആത്മാ തത്ര വൈ മനഃ. അതാണ് ഇതിപ്പോൾ നമുക്ക് 21 നമ്മൾ കഴിഞ്ഞു. അവിടെ നിർത്താം. 21 കൂടി അതെ. അപ്പോൾ ഇവിടെ നിർത്താം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇനി നാളെ 22 ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം നാളെ. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഇതിലിപ്പോൾ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താനുള്ള സിദ്ധിയാണ് കേട്ടോ പറഞ്ഞത്. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.